നല്ലോണം ഇണക്കുക. അവിടെയൊക്കെ ഇതാ പിടിച്ചിരിക്കണം, അതൊക്കെ ഇളക്ക്. അടുക്കളപ്പണി പെണ്ണിന് മാത്രമാണ് എന്നുള്ള ധാരണ ശരിയല്ല. ആണും പെണ്ണും അടുക്കള ഒരുപോലെ പങ്കുവയ്ക്കണം. അതെ, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്നറിയോ? അവളുടെ കൂടെ ഒരു ആണുള്ളത്. അതേടാ, ഞാൻ ആശ്ര പെണ്ണാ. ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റീൽ റിയാക്ഷൻ വീഡിയോസ്. അപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നോക്കിയാലോ? എന്നോട് കളിക്കാൻ നിൽക്കരുതേ. ഒന്നുകൂടെ കാണിച്ചേ. കളിക്കാൻ നിന്നാൽ ഞാൻ ആശയുടെ ആളാ. ആരാണ് നിങ്ങൾ? ആശയുടെ പെണ്ണാ. അത് തമാശ. ആശയ്ക്ക് ഞാനറിയാത്തൊരു പെണ്ണേ. നിങ്ങൾക്കറിയോ, ഒരു ആണിയുടെ ധൈര്യം ഒരു പെണ്ണ് കൂടെ ഉള്ളതാ. അതേടാ, ഞാൻ ആശയുടെ പെണ്ണാ. ഗൈസ്, ഇതിന്റെ ഉത്ഭവ സ്ഥാനം വേറെയിലാണ്, നിങ്ങൾക്കറിയാലോ. നമുക്ക് എന്തായാലും അത് കണ്ടിട്ട് വരാം. ഒരു പെണ്ണിന്റെ ധൈര്യം എന്താണെന്നറിയോ? അവളിന്റെ കൂടെ ഒരാളുള്ളതാ. അതേടാ, ഞാൻ മഞ്ജുന്റെ പെണ്ണാണ്. ആകെ വയ്യാണ്ടായി. ഒരു പാട്ടിടറേ. ഒരു പൂ തന്നാ നീ എൻ്റെ കൂടെ പോരുമോ, ഞാൻ കൂട്ടി വെച്ച കൂട്ടി നീ പൊളിക്ക് ഇണയായി കൂടും. ഒന്നരമായിരിക്കുന്നു. വെറുതെ പറയണമെന്നായിരിക്കരുത്. വണ്ടർഫുൾ. ആക്ഷൻ. കയ്യെ പിടിക്ക്. മേടിച്ചിട്ട് കളിപ്പിച്ച് ഒരെണ്ണം കൊടുക്കങ്ങോട്ട്. ഫീലിങ്സ് വരട്ടെ, ഫീലിങ്സ് അവിടെ നിക്ക്. ഫീലിങ്സ് വരട്ടെ. വലിച്ചിട്ടാലേ പാട്ട് സാധനം കേറ്റാൻ പറ്റുള്ളൂ. ദീപ്തി കല്യാണിന്റെ വീഡിയോ കാണാറുണ്ടോ? ദീപ്തി പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ കണ്ടിട്ട് ആരെങ്കിലും നടിയായിട്ട് സാദൃശ്യം തോന്നിയിട്ടുണ്ടോ? നയൻതാര മാമിന്റെ ലുക്കുണ്ട്. பயத்துல சாமி கும்பிடாதீங்க, நம்பிக்கையில கும்பிடுங்க. உங்களை உருவாக்குன கடவுளுக்கு உங்ககிட்ட இருந்து எதுவுமே தேவையில்லை. ശരിക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഓരോ വീഡിയോസിലും. എന്തായാലും കൊള്ളാം. അവിടെ ഇവിടെയൊക്കെ നയൻതാരയുടെ ഒരു കട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതെ അതെ, നയൻതാര തന്നെ. ഹലോ കൊച്ചി, കൊച്ചി കപ്പ് കപ്പ പുഴുക്ക്. കപ്പ് കപ്പ് നമുക്ക് തന്നെ. എന്താണ് ചേച്ചിക്ക് ഭ്രാന്തായ? ഭ്രാന്ത് പിടിച്ചിരുന്നോ അവിടെ? ഇതെന്താ യക്ഷിയോ? യക്ഷിക്കുള്ള മേക്കപ്പ് ആണോ അലിജസ് മോൻ ചെയ്യുന്നത്? യക്ഷി. ആരാണ് നിങ്ങൾ? കുറെ പേരുടെ ചോദ്യമാണ്. ഡോക്ടറാണ്. ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? സൈക്കാട്രി ആണ്. അടിപൊളി. കറക്റ്റ് സ്ഥലത്താ വന്ന് പെട്ടേക്കണേ. എന്തായാലും കൊള്ളാം. ഈ യൂണിവേഴ്സിൽ ഒരാളെ ആവശ്യമുണ്ടായിരുന്നു, ഡോക്ടറെ. എന്തായാലും കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് എത്തിയേക്കണേ. ഇനി ഇവരെ ചികിത്സിക്കാൻ ഒരു ഡോക്ടർ അത്യാവശ്യമാണ്. എന്തായാലും ഡോക്ടർ അതുകൊണ്ട് കാര്യമൊക്കെ ഈസി ആയിട്ട് നടന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും കുറച്ച് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.